ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും കുറച്ച് ചീരയും പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കും. കഷ്ണമെല്ലാം വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ, ജീരകം, തൈര് ഇത് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീര കുമ്പളങ്ങ ഒഴിച്ചു കൂട്ടാൻ നമുക്ക് പെട്ടെന്ന് പുളിങ്കറി തയ്യാറാക്കാം. ഇനി അതിലേക്ക് അത് വാങ്ങി വെച്ച് നമുക്കൊന്ന് കടുക് വറുത്താൽ മതി. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു. കടുക്, മുളക്, കരിവേപ്പില ഇതിലേക്ക് കടുകൂടെ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.